നമുക്ക് ഒപ്പം ഇനിയുള്ളത് ഒരു സ്പെഷ്യൽ അതിഥിയാണ്. മറ്റാരുമല്ല, കലാകാരനും പാരഡി കലാകാരനായ ഫെലിക്സ് ദേവസ്യ. ഗ്യാസ് പ്രതിസന്ധി നമ്മുടെ അടുക്കളകളെയും നമ്മുടെ ഹോട്ടലുകളെയൊക്കെ കാര്യമായി ബാധിച്ച പശ്ചാത്തലമുണ്ട്. സമാനതകളില്ലാത്ത വിധമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഹോട്ടലുകാരും ബേക്കറിക്കാരും ഒക്കെ വലിയ പ്രതിസന്ധിയിലാകുമ്പോൾ ഈ പ്രശ്നത്തെ എങ്ങനെ ഈ പ്രശ്നത്തിലേക്ക് പോയി എന്ന സാഹചര്യത്തെ ഹാസ്യാത്മകമായി അവതരിപ്പിച്ച ഒരു കലാകാരൻ കൂടിയാണ് ഫെലിക്സ് ദേവസ്യ. ഫെലിക്സിൻ്റെ ഈ പുതിയ പാരഡി ഗാനം വലിയ ഹിറ്റാണ് സോഷ്യൽ മീഡിയയിൽ. നമസ്കാരം സർ. നമസ്കാരം. അല്ല, ഞാൻ ഈ പാട്ട് ഇന്നലെയും ഇന്നുമൊക്കെ കേൾക്കുകയായിരുന്നു താങ്കൾ ഇതിനു മുൻപുള്ള ഒരുപാട് യൂട്യൂബ് വീഡിയോസും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, കണ്ടിട്ടുണ്ട്. ഇതിന് കുറച്ചുകൂടി ഒരു വ്യത്യസ്ത തലമുണ്ട് അല്ലേ? അതെ. കാരണം അത് നമ്മൾ നേരിട്ട് അനുഭവിക്കാതെ സെക്കൻഡറി ആയിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ യുദ്ധം നടക്കുന്നു, നമ്മുടെ വീട്ടിൽ അതിന്റെ അലയൊലികൾ വരുന്നു. സാധാരണ മറ്റു യുദ്ധങ്ങളൊന്നും റഷ്യ യുക്രൈനും ഒക്കെ ഒത്തിരി നാളെ യുദ്ധം ചെയ്തിട്ട് നമ്മുടെ അടുക്കളയിലേക്കോ നേരിട്ടോ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടുത്തെ യുദ്ധത്തിൽ നമ്മളത് അനുഭവിക്കാൻ തുടങ്ങി. യുദ്ധത്തിന്റെ കെടുതി ചെറിയ തോതിലാണെങ്കിലും, ചെറിയ തോതിലല്ല, അതൊരു വലിയ തോത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ പാട്ട് വന്നത്, ഗ്യാസിന്റെ പ്രശ്നം വരുന്നത്. ഉജ്ജയിനിയിലെ ഗായിക എന്നുള്ള ആ ട്യൂണില് ചന്ദ്രന്റെ ഹോട്ടലിൽ ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞ് പാട്ട് എഴുതി തുടങ്ങിയത് ആ ഒരു കാരണം കൊണ്ടാണ്. അതിൻ്റെ വരികളും രസകരമായ വരികളാണ്. നമ്മൾ ഈ പാട്ടിൻ്റെ ട്യൂണിനൊപ്പിച്ച് ഈ വരികൾ എഴുതുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം ഈ കാലികമായുള്ള കാര്യങ്ങളുമായും ഈ ഗ്യാസ് പ്രതിസന്ധിയുമായൊക്കെ ബന്ധപ്പെട്ട് പോകണമല്ലോ. അതൊരു അല്പം സമയം എടുത്തോ? അല്ല, അത് അത്ര സമയം വേണ്ടി വരുന്നില്ല. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നതെന്നുള്ളതനുസരിച്ച് ചിലപ്പോൾ പെട്ടെന്ന് വരികൾ വരും. ചില വിഷയങ്ങൾക്ക് സമയം എടുക്കാറുണ്ട്. ആ വരികൾ ഒപ്പിച്ചാലും മീറ്റർ ഒപ്പിച്ച് എഴുതാനായിട്ട് ചിലപ്പോൾ പ്രശ്നം വരുന്നു. പക്ഷെ ഇതിൽ എനിക്ക് അത്രയും പ്രശ്നം ഉണ്ടായില്ല. കാരണം വിഷയങ്ങളെല്ലാം അറിയാവുന്നതാണ്, പ്രതിസന്ധി നമ്മുടെ മുമ്പിലുള്ളതാണ് അല്ലേ? അതിനെ ഭാവനയുടെ ഒരു തലവുമായി കൂട്ടിയോജിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതി വെച്ചാൽ മതി. അതെ. അത് ഞാൻ ഇന്നലെ ഒരു വൈകുന്നേരം ഒരു സ്ഥിരം ഭക്ഷണം ദോശ കഴിക്കുന്ന തട്ടുകടയുണ്ട്. അവിടെ ചെന്നപ്പോ അവര് ചായയും കാപ്പിയും ചൂടുവെള്ളവും നിർത്തി. കാരണം അവരുടെ കയ്യിൽ ഉള്ള കുറച്ച് ഇതുണ്ട്. ഒരാഴ്ച കൂടെ ഒക്കെ എങ്ങനെയും ഓടിക്കാൻ പറ്റുമെന്നാണ് അവർ നോക്കുന്നത് ഇപ്പോഴുള്ള ഗ്യാസ് വെച്ചിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ള അലങ്കാരങ്ങളെല്ലാം നിർത്തിയിട്ട് ഖരരൂപത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ മാത്രമേ ഉള്ളൂ അവിടെ. അതായത് വെള്ളമില്ല, ചൂടുവെള്ളം പോലും ഇല്ല, ചായ ഇല്ല, കാപ്പിയില്ല, ഒന്നുമില്ല. അതൊക്കെ അവർ നിർത്തി തുടങ്ങി. അവർക്ക് ഒരാഴ്ചയും കൂടെ എങ്ങനെയും കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ശ്രമം. അപ്പൊ നമ്മളെ ബാധിച്ച് തുടങ്ങിയത് വീടിനകത്തേക്ക് കയറിയിട്ടില്ലെന്നേ ഉള്ളൂ. അത് തുടർന്നാൽ അത് കയറാൻ സാധ്യതയുണ്ട്. തുടരാതിരിക്കട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ വിറകടുപ്പുകൾ നമുക്കറിയാം, പഴയ കാലത്തുള്ള നമ്മുടെയൊക്കെ തലമുറ, എൻ്റെയൊക്കെ തലമുറ കൊച്ചിയിലെ ചെറിയിലെ കണ്ടതാണ്. വിറകടുപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു. വിറകിന് നമ്മളൊക്കെ വിറക് വെട്ടിയിട്ട് ഗോഡൗൺ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ശേഖരിച്ച് കത്തിക്കുന്നു. അതൊക്കെ പൂർണ്ണമായും മാറുന്നു. ഇപ്പോൾ ഈ തലമുറ വിറകടുപ്പിലേക്ക് മാറുന്നു, വിറകടുപ്പുകൾ അന്വേഷിച്ചു പോകുന്നു. അതും ഒരു മാറ്റമാണ് ഇതിൻ്റെ ഭാഗമായി. അത് ഞാൻ അടുപ്പുകൾ എന്ന് പറയുന്നൊരു പാരഡി ഗാനം ഞാൻ എഴുതിയിട്ടുണ്ട്. അടുപ്പുകൾ ഇപ്പൊ എന്റെ ഓർമ്മയില് അതായത് 3 കല്ലുകൾ കൂട്ടി വെച്ച് അതിന്റെ താഴെ വിറക് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുന്ന എന്റെയൊക്കെ പ്രായത്തിലുള്ളവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറ്റിയെടുപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അറക്കപ്പൊടിയും കുറ്റിയെടുപ്പും. അതെ. അത് പക്ഷേ ഇപ്പോഴും ചില കടകളിലൊക്കെ കുറച്ച് നമ്മൾ ഉൾഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോഴും അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടോ ഈ പ്രതിസന്ധിക്ക് മുമ്പും? അതെ. അതിനകത്ത് നല്ലതായിട്ട് ചൂട് നിൽക്കുമല്ലോ. അതിനുശേഷമാണ് മണ്ണെണ്ണ വരുന്നത്. മണ്ണെണ്ണ സ്റ്റവ്, അതിനകത്ത് മറ്റേ കരട് കളയാനായിട്ട് നമ്മൾ കുത്തുകയൊക്കെ ചെയ്യുമല്ലോ. മണ്ണെണ്ണ സ്റ്റവ് വരുന്നു. മണ്ണെണ്ണയ്ക്ക് ശേഷം പിന്നീടൊക്കെയാണ് ഗ്യാസ് ഒക്കെ എത്തുന്നത്. ഗ്യാസും കഴിഞ്ഞ് പിന്നെ ഇൻഡക്ഷൻ കുക്കർ വന്നു. പിന്നെ ഇപ്പൊ എയർ ഫ്രയറോ, അങ്ങനെയൊക്കെ അത് വലിയ കാര്യങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഗ്യാസിന്റെ ഉപയോഗം ശീലിച്ചു പോയതുകൊണ്ട് ഗ്യാസിന് പകരമായിട്ട് എന്തെങ്കിലും കണ്ടുപിടുത്തമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതുപോലെ ശീലിച്ച് പോയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോകാനാവില്ല. അത്രയേറെ പുക വരുമ്പോൾ പുക നമുക്ക് ഫ്ലാറ്റിലൊക്കെ എന്ത് ചെയ്യും? ഫ്ലാറ്റിലൊന്നും നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. ഫ്ലാറ്റിൽ മുഴുവൻ കറണ്ടിലേക്ക് പോകേണ്ടി വരും. അപ്പൊ തന്നെയുമല്ല, 1-2 സ്ഥലത്ത് ഇത്രയേറെ സംഗതി വിറകടുപ്പ് ഉപയോഗിച്ചുണ്ടാക്കുമ്പോൾ അത്രയേറെ പുകയും കൂടെ ഉണ്ടാകുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാം സ്കെയിൽ ഡൗൺ ചെയ്യുകയാണ് എല്ലാ കാര്യങ്ങളും. ഈ ഹോട്ടലുകാരെല്ലാം. വീടുകളിലും പ്രശ്നമാണ്. പല വീടുകളിലും വിറകടുപ്പ് ഉള്ള അടുക്കളകളില്ല. ഇപ്പം എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടില് വിറകടുപ്പ് ഉണ്ടായിരുന്നു, അയാളത് പൊളിച്ചു കളഞ്ഞു. വേറൊരു സുഹൃത്ത് വീട് പണിഞ്ഞപ്പോ വിറകടുപ്പ് ഇല്ലാതെ പണിതു. ഇനിയിപ്പോ അവരെല്ലാവരും വിറവ് വാങ്ങാനും ഒക്കെ പോകേണ്ടി വരും. ഇടയ്ക്ക് പുകയില്ലാത്ത അടുപ്പൊക്കെ ഒരു വലിയ ട്രെൻഡായിരുന്നു. ഇപ്പൊ അതും കാര്യമായി ആരും ചെയ്യുന്നില്ല. ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കുന്നതിലൊന്നും അങ്ങനത്തെ സംഗതികളില്ല. കാലം മാറുന്നതനുസരിച്ച് പോവാണ്. ഇപ്പൊ ലോകക്രമം കൃത്യമായി ഓടിക്കൊണ്ടിരുന്നാലേ ഇതെല്ലാം നടക്കുകയുള്ളൂ.
അതെ. ഇനിയിപ്പോ ഈ പഴയ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഒന്ന് മടങ്ങേണ്ടി വരും എന്നുള്ളതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ്. പഴയതൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് പോകരുത്. എവിടെയെങ്കിലും ഒരു മൂലയ്ക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ഈ പഴയ സാധനങ്ങളൊക്കെ വേണമെന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അതെ 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 അതെ. അവിടെയും സ്ത്രീകളാണ് അതിനകത്ത് ബുദ്ധിമുട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു പാട്ട് കൂടെ ചെയ്തിരുന്നു. വെളിച്ചെണ്ണയ്ക്ക് 500 രൂപ ആകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്. അപ്പൊ ആ സമയത്തും നേരിട്ട് അനുഭവിക്കുന്നത് വീട്ടമ്മമാരാണ്. 500 രൂപ അതിൽ വരുമ്പോൾ അവരുടെ അടുക്കളയുടെ ബഡ്ജറ്റ് താളം തെറ്റും. എല്ലാ പുരുഷന്മാരും അത് കൃത്യമായിട്ട് അറിയണമെന്നില്ല. ഇവിടെ പ്രശ്നം വരാൻ പോകുന്നത് സ്ത്രീകൾക്കായിരിക്കും. ഈ അടുക്കളയിൽ ആരാണോ കയറുന്നത് അവർക്കായിരിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അവരാണ് ഈ പുകയും അത് ഇതിനകത്ത് വരികളിൽ വരുന്നുണ്ട്. നമുക്ക് ആ പാട്ട് ഫെലിക്സ് സാർ, നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ പ്രേക്ഷകർക്കായി? രസകരമായ വരികളാണ്. താങ്കൾ ആ താളത്തിൽ, ഉജ്ജയിനിയിലെ ഗായിക താളത്തിൽ ഒന്ന് പാടിയാൽ രസമായിരിക്കും. തീർച്ചയായിട്ടും. ചന്ദ്രന്റെ ഹോട്ടലിൽ ഗ്യാസില്ല, ടൗണിലെ ഹോട്ടലിൽ ഗ്യാസില്ല, കഞ്ഞിക്കുഴിയിലെ ഗോവൻ ചേട്ടന്റെ തട്ടുകടയിലും ഗ്യാസില്ല, അകലെയെങ്ങാണ്ടുള്ള പേർഷ്യൻ രാജ്യത്ത് അവരുടെ ശത്രുക്കൾ ബോംബിട്ടു, വേറൊരു രാജ്യത്ത് ബോംബുകൾ പൊട്ടിയാൽ എങ്ങനെ നമ്മുടെ ഗ്യാസ് മുടങ്ങും? വല്ലപ്പോഴും കാണൂ വാർത്തകൾ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, ഏതൊരു നേരവും റീലുകൾ കണ്ടിട്ട് മണ്ടത്തരം തന്നെ ചോദിക്കും. ഇന്ധനം വിൽക്കുന്ന രാജ്യങ്ങളിലെല്ലാം ഇവരും തുരുതുര ബോംബിട്ടു, അവിടെ അടിയായാൽ ആകെ അലമ്പാകും, ഇന്ത്യക്കാർ 1 കോടി അവിടെയില്ലേ? എന്തിനാണ് ഈ യുദ്ധം? ഇവനൊക്കെ എന്തിന്റെ സൂക്കേടാ? ഇങ്ങനെ പോയെന്നാൽ നമ്മുടെ രാജ്യത്ത് പാചകവാതകം ക്ഷാമമാകും. കരണ്ടിൽ ആഹാരം പാകം ചെയ്തെന്നാൽ മാസാവസാനം ആ ബില്ല് വരും. വിറകടുപ്പുണ്ടെങ്കിൽ അതിലൊരു കൈ നോക്കാം, കുഴലുകൊണ്ടൂതി ഉപ്പാടുവരും. കഷ്ടം ഈ യുദ്ധങ്ങൾ വേണ്ടെന്നേ, ചർച്ച നടത്തിയാൽ സ്കോപ്പില്ലേ? ഏതൊരു യുദ്ധവും ബാക്കിയാക്കുന്നത് നഷ്ടവും കണ്ണീരും മാത്രമല്ലേ? വളരെ ഏതൊരു യുദ്ധവും ബാക്കിയാക്കുന്നത് അവസാനത്തെ വരികളാണ് ശ്രദ്ധേയം. അവസാനത്തെ വരികൾ കുറച്ചുകൂടി അതെ അതെ യുദ്ധം അത് ഒരു വീട്ടമ്മയും പറയൂ സാർ. അതെ അതെ ഒരു വീട്ടമ്മയും അവരുടെ ഭർത്താവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലെയാണ് ഈ പാട്ട്. രണ്ടുപേര് പാടുന്നതായിട്ടാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ വരി ഭർത്താവാണ് പാടുന്നത്. ഏതൊരു യുദ്ധവും ബാക്കിയാക്കുന്നത് നഷ്ടവും കണ്ണീരും മാത്രമാണ്. അതെ അതെ. ഈ അടുപ്പ് എന്ന് പറഞ്ഞൊരു നേരത്തെ ഒരു പാട്ടുണ്ടായിരുന്നു അല്ലേ താങ്കളുടെ? അതൊരു പാരഡി ഗാനമായിരുന്നു. അടുപ്പുകൾ എന്ന് പറഞ്ഞാണ്. അടുപ്പുകൾ, അതൊന്ന് ഓർമ്മയുണ്ടോ? അതിന്റെ വരികളൊന്ന് പാടാമോ? അതിന്റെ വരികൾ പെട്ടെന്ന് ഓർക്കുന്നില്ലെങ്കിലും ഞാനത് നീലഗിരിയുടെ സഖികളെ എന്നുള്ള പാട്ടാണ്, സുപ്രഭാതം. അതിന്റെ വരികൾ ഞാൻ അത്ര ഓർമ്മയില്ല, എങ്കിലും ഞാൻ ഓർക്കുന്ന പോലെ പാടാം. പാടിയാട്ടെ. തുടക്കം ഇങ്ങനെയാണ്: കാപ്പി വേണോ കാപ്പി വേണോ കാപ്പി വേണോ, ചായ വേണോ ചായ വേണോ. ജീവവഴിയുടെ തുടക്കത്തിൽ തീയെ മെരുക്കി നാനാതരമാം അടുപ്പുകൾ എന്നും പാചകം ചെയ്യാൻ കണ്ടെത്തി നാം. കാപ്പി വേണോ ചായ വേണോ കഞ്ഞി വേണോ, 3-4 കല്ലുകൾ പെറുക്കി അടുക്കി അടുപ്പാക്കി പൂർവിക മനുഷ്യൻ. അങ്ങനെ പോകുന്നു. താങ്കൾ ഈ പറഞ്ഞത് തുടക്കത്തിലെ വിറകടുപ്പ് മുതൽ പരിണാമം വന്ന് ഇൻഡക്ഷൻ കുക്കർ വരെയുള്ള അടുപ്പുകളുടെ ഒരു കഥയാണല്ലേ? അതെ അതെ. എയർ ഫ്രയർ വരെയുള്ള അടുപ്പുകളുടെ എനിക്കിപ്പോ കൃത്യമായി ഓർമ്മയില്ല. അങ്ങനെ ഒരു പാട്ട്. അത് ഓരോ കാലഘട്ടം അത് നമ്മൾ ഓർത്തു പോകേണ്ടതാണ്. പഴയ തലമുറ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് വന്നിരുന്നത് എന്നുള്ളത്. ഇപ്പൊ വളരെ സൗകര്യങ്ങളാണുള്ളത്. ഈ സൗകര്യത്തിൽ നിന്ന് പെട്ടെന്ന് കട്ട് ഡൗൺ ചെയ്ത് നമ്മൾ വിറകിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം വിറക് കിട്ടാനില്ല. രണ്ടത് കിട്ടിക്കഴിഞ്ഞാലും അത് നമ്മൾ പണ്ടത്തെ വീട്ടമ്മമാരെ പോലെ അല്ല അത്
മാനേജ് ചെയ്തെടുക്കാൻ അറിയാലോ. പുകയും കരിയും ഒക്കെ വരും. അതെ, അതായത് ഈ നമ്മുടെ ഈ പഴയ കാലവും പുതിയ കാലവും ഞാനൊക്കെ ഇപ്പോൾ 45-46 വയസ്സായി. അപ്പോൾ നമ്മുടെ എൻ്റെയൊക്കെ തലമുറ പല കാലങ്ങൾ ഇപ്പോൾ നെല്ല് കുത്തി അരിയാക്കുന്നതും നെല്ല് പുഴുങ്ങുന്നതും ഒക്കെ കണ്ടു. മൊബൈൽ ഇല്ലാത്ത കാലം കണ്ടു, മൊബൈൽ ഉള്ള കാലം കണ്ടു. നമുക്ക് മനസ്സിലാകുന്ന ഈ പഴയ നമ്മൾ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും നമ്മുടെ പരിസരത്ത് നിന്ന് തന്നെ. പക്ഷേ ഈ പുതിയ സംവിധാനങ്ങൾ, പുതിയ സൗകര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് പ്രതിസന്ധി. അതിന് സർക്കാർ സംവിധാനങ്ങളും പണവുമൊക്കെ ഒരുപാട് ആവശ്യം വരുന്നൊരു പ്രശ്നം ഈ പുതിയ തലമുറകളെ ഇനി അങ്ങോട്ട് ബാധിക്കുമെന്ന കാര്യം സംശയമില്ല. താങ്കൾ പറഞ്ഞതുപോലെ ആ ക്രമത്തിൽ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഇതെല്ലാം തകർന്ന് അടിയും. അതെ അതെ അതെ, അത് തന്നെയല്ല ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ മുഴുവൻ താളവും തെറ്റും. ഇപ്പോൾ പഴയ വിറകടുപ്പിലൊക്കെ നമുക്ക് വിറക് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞ എളുപ്പം, പരിസരത്തൊക്കെ പോയി കുറച്ച് ചൂട്ടുകറ്റകളും വിറകൊക്കെ ചുള്ളിയിലൊക്കെ പിറക്കൊണ്ട് വന്ന് വളരെ പെട്ടെന്ന് ചായ ഇട്ട് കൊടുക്കാൻ പ്രയാസമില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയ വീടുകൾ എന്ത് ചെയ്യും? ഇങ്ങനൊരു പ്രശ്നം വന്നാൽ ഗ്യാസ് ഇല്ല. ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിന് ക്ഷാമം, ഏറ്റവും പുതിയ റിപ്പോർട്ട് അതാണ്. ഇൻഡക്ഷൻ കുക്കർ കിട്ടാനില്ല കടകളിൽ. അത് ആൾക്കാർ ഈ കടയിൽ നേരത്തെ ഇത് വെറുതെ ഒരു മൂലയ്ക്ക് വെച്ചിരുന്ന സാധനം ഇപ്പോൾ ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ്, വരുമ്പോൾ കൊടുക്കാനുള്ളവരുടെ പ്രയോറിറ്റി അനുസരിച്ച്. അതൊക്കെയാണ് അവസ്ഥ. തന്നെയല്ല, ഇൻഡക്ഷൻ കുക്കർ വളരെ കറണ്ട് ചാർജ് വളരെ കൂട്ടുന്ന ഒരു സംഗതിയാണ്. അതാണ് ഞാൻ പാടിയത്. ഇന്ധനം ബിൽ, കറണ്ടിൽ ആഹാരം പാകം ചെയ്തെന്നാൽ മാസാവസാനം ആ ബില്ല് വരും, അതും കൂടെ വരും. അതെ അതെ അതെ. മറ്റ് കുറെ ശ്രദ്ധേയമായ പാരഡി ഗാനങ്ങൾ ഉണ്ടല്ലോ. ഓർത്തെടുക്കുന്ന കാലികമായ ഒന്നുകൂടി ഒന്ന് പാടാമോ? ഏതെങ്കിലും ഒരു പാട്ടുകൂടി. അതായത് ഒരു മിനിറ്റ്. ഇപ്പൊ ഞാന് ഇത് നമ്മുടെ പെരുമ്പളം നിവാസികൾക്ക് വേണ്ടി ഒരു പാട്ട് എഴുതുന്നത്, അതായിരുന്നു തൊട്ടു മുമ്പ് എഴുതിയിരുന്നത്. അത് നമ്മുടെ ഒന്നാം മാനം പൂവാനം എന്നുള്ളത്. നാട്ടാർക്കെല്ലാം ഉത്സാഹം, കുട്ടികൾക്കെല്ലാം സന്തോഷം, പന്തീരായിരം നാട്ടാർക്കിന്നതി മോദം, മാരിവില്ലിൻ നിറമുള്ള ചേലത്ത പാലം, അങ്ങനെ ഒരു പാട്ട്. ഇത് വലിയ സ്വീകാര്യതയുണ്ടല്ലേ? ഈ പാരഡി ഗാനങ്ങളിലൂടെ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും ആളുകൾ സ്വീകരിക്കാനും ഒക്കെ കുറച്ചുകൂടി മറ്റു തലമുറയുടെ സംഭാഷണം, യൂട്യൂബ് ചാനലിലൂടെ സംഭാഷണത്തിന് അപ്പുറത്ത് ഇതിന് വേറൊരു തലം കൂടി ഉണ്ട്. പിന്നെ പാട്ടിന് ഭയങ്കര പവറാണ്. നമ്മളൊരു കാര്യം അതാണ് ചൊല്ലിപ്പടി തല്ലിപ്പടി താളം എന്നൊക്കെ പറയുന്നല്ലേ. ചൊല്ലിപ്പടിക്കുമ്പോൾ അതിന് വ്യത്യാസമുള്ളൂ. നമ്മുടെ ബ്രെയിനിലേക്ക് അത് കൂടുതലായിട്ട് പെട്ടെന്ന് കയറിയിരിക്കും. പാട്ടുകൾ നമ്മൾ മറന്നു പോകാത്തതും ഡയലോഗ്സ് ഗദ്യരൂപത്തിലുള്ളതൊക്കെ നമ്മൾ മറന്നു പോവുകയും ചെയ്യും. പദ്യങ്ങൾ നമ്മൾ മറക്കില്ല. കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്നു. കുട്ടിക്കാലത്ത് ഒത്തിരി പാഠങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിലുള്ള ഇപ്പൊ നാടക രൂപത്തിലൊക്കെ പഠിക്കും. പക്ഷെ അതിലെ ഡയലോഗ്സ് എല്ലാം നമ്മൾ മറന്നു പോകും. പക്ഷെ പദ്യങ്ങൾ നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രായമായാലും നമ്മൾ മറന്നു പോകുന്നില്ല. അത് ആ പാട്ടിന്റെ ആ ഫോം നമ്മുടെ തലയ്ക്കകത്ത് കുറെ കൂടെ നന്നായിട്ട് എംബഡ് ചെയ്ത് കയറുന്നതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഈ പാരഡി രംഗത്തേക്കൊക്കെ വന്നത് നേരത്തെ മുതൽ അതുണ്ടോ, അതോ യൂട്യൂബ് ചാനലിന് ശേഷം തുടങ്ങിയ ശേഷമാണോ ഇത് കൂടുതലായിട്ട് താങ്കൾ ശ്രദ്ധിക്കുന്നത്? നേരത്തെ മുതൽ താങ്കളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ എളുപ്പം. എനിക്ക് പറഞ്ഞാൽ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് 3D ആനിമേഷൻ ആണ്. ഞാൻ കുട്ടികൾക്ക് വേണ്ടി ആനിമേഷൻസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ കോവിഡിന് ശേഷമാണ് ഇത്തരം ഒരു ഹോബിയൊക്കെ തുടങ്ങിയത്. കോവിഡിന്റെ സമയത്ത് വർക്കൊക്കെ നിലച്ചു പോയിട്ട് നമുക്ക് ഇഷ്ടം പോലെ സമയം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ പാരഡി പാട്ടുകളോട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു നേരത്തെ മുതലേ. പാരഡി പാട്ടുകൾ ധാരാളം കേൾക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ചെറുപ്പം തൊട്ടേ നമ്മളെ കഴിയുന്നത് പോലെയൊക്കെ പാരഡി എഴുതുകയും കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. വി ഡി രാജപ്പന്റെ വലിയ ആരാധകനായിരുന്നു. അദ്ദേഹത്തിന്റെ തമാശകളും അദ്ദേഹത്തിന്റെ സ്റ്റോറി ടെല്ലിങ്ങും പിന്നെ അദ്ദേഹം കൊടുക്കുന്ന ചില ട്രിക്ക് നമ്പറുകളൊക്കെ ഉണ്ട്. ചില തിയേറ്ററായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്പർ, ഇടയ്ക്കൊരു കരച്ചിലും ചിരിയും ഒക്കെ വന്നിട്ടുള്ള എന്താണ് ഒരു കാൽപ്പനികമായിട്ടുള്ള ഒരു സംഗതി ഉണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ. തന്നെയല്ല അദ്ദേഹത്തിന്റെ ഒരു മൈക്രോ ലെവലിലുള്ള ഒരു നിരീക്ഷണമുണ്ട്. ഈ മൃഗങ്ങളെയൊക്കെ നിരീക്ഷിക്കുക, എലികളെ നിരീക്ഷിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മൃഗങ്ങളെ വെച്ചിട്ട് ഞാനൊരു 4-5 എണ്ണം എഴുതിയിട്ടുണ്ട്. തവളയെ കുറിച്ച് പാട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അരിക്കൊമ്പന്റെ പാട്ടുകൾ, ആനയുടെ വികാരത്തെ വെച്ചിട്ട് അരിക്കൊമ്പന്റെ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പശുവിനെ കുറിച്ച് പാട്ടുണ്ട്, കടുവയെ കുറിച്ച് പാട്ടുണ്ട്. അങ്ങനെ മൃഗങ്ങളെ വെച്ച് ഞാൻ പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. വി ഡി രാജപ്പന്റെ സ്ഥിരം ശൈലിയായിരുന്നു ചികയുന്ന സുന്ദരി. മനോഹരമായിരുന്നു ആ കാലം. ചികയുന്ന സുന്ദരി ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. ചികയുന്ന സുന്ദരി പിന്നെ വേറെ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഏതാ ചികയുന്ന സുന്ദരിയിലെ 1-2 നല്ല രസമുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു.
ചികേത സുന്ദരിയിലെ പാട്ട്, ചികേത സുന്ദരിയിലെ പാട്ട് കൊത്തിപ്പിറക്കുന്ന എന്തോ ഒരു എനിക്ക് അയ്യാറട്ടിൻ നെന്മണി കണ്ടാൽ നെന്മണി കണ്ടാൽ എന്റെ അമ്മച്ചി എങ്ങനെ എങ്ങനെ ഞാൻ ഇട്ടേച്ചു ഇട്ടേച്ചു പോരും. അതെ അതെ എന്റെ പൊന്നമ്മച്ചി. അതെ അതെ അതാണ് അതിനകത്ത് ഏറ്റവും. അതിന്റെ കഥ ഷേക്സ്പിയറിന്റെ കഥയാണ്. ആ അത് ബസ്സുകൾ തമ്മിലുള്ള പ്രണയം, ബസ്സുകൾ തമ്മിലുള്ള പ്രണയം. അതിന്റെ പേര് അയ്യോ അത് നല്ല രസമുള്ള സമയം. അതിന്റെ പേര് അവളുടെ പാർട്സുകൾ. അവളുടെ പാർട്സുകൾ. പിന്നെ പുലേനാർ മണിയമ്മയുടെ പാരഡി ഉണ്ടായിരുന്നു. പുലേനാർ പരപരാ വെളുത്തപ്പോൾ മരങ്കോച്ചും തണുപ്പത്ത് മണസോപ്പും കയ്യിലേന്തി കടവിലെത്തി. അതെ അതെ അതെ. അതുപോലെ ഇതിനകത്ത് മഞ്ഞൾ പ്രസാദവും ബോണറ്റിൽ തേച്ച് മഞ്ഞും കൊണ്ട് എങ്ങോട്ടാ പെണ്ണെ, മഞ്ഞൾ പ്രസാദവും ബോണറ്റിൽ തേച്ച് മഞ്ഞും കൊണ്ട് എങ്ങോട്ടാ പെണ്ണെ, ഇന്നെന്റെ ടെസ്റ്റിംഗ് സ്റ്റാൻഡിൽ വരത്തില്ല, മറ്റന്നാൾ കാലത്ത് കാണാം. അങ്ങനെ കാലമായിരുന്നു ഫാരഡയുടെ വലിയ സുവർണ്ണ കാലമായിരുന്നു അദ്ദേഹത്തിന്റെ. എനിക്ക് അദ്ദേഹത്തിന്റെ ഒക്കെ മരണത്തിന് ശേഷം ആ ഒരു വിഭാഗമേ അങ്ങ് ചില മിമിക്രിക്കാരുടെ മാത്രം ഒരു കുത്തകയായി മാറി. അതിന്റെ സംഭവം എന്ന് വെച്ചാൽ സ്റ്റോറി ഉണ്ട്, അതിനകത്തൊരു സ്റ്റോറി ലൈൻ ഉണ്ട് VDR-ന്റെ പാട്ടുകൾക്ക്. അതൊരു സ്റ്റോറി ലൈൻ ഇല്ലാതെ നമ്മൾ വെറുതെ തമാശയ്ക്ക്, അതായത് ജസ്റ്റ് ഫോർ ഫൺ ആയിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റോറി ആയിട്ട് ചെയ്ത് വരുമ്പോൾ അതിനൊരു കുറച്ചുകൂടെ ഒരു വെയിറ്റേജ് ഉണ്ട്. അതുകൊണ്ടാണ് ആ പാട്ടുകളൊന്നും നമ്മൾ മറന്നു പോകാത്തതുകൊണ്ട്. അതെ അതെ. നന്ദി എന്തായാലും സാർ, താങ്കളുടെ രസകരമായ സംഭാഷണത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഭാവിയിലും പ്രേക്ഷകരെ അങ്ങ് രസിപ്പിക്കട്ടെ. പാരഡി എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ശാഖയാണ്. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.